അപ്പോൾ എല്ലാവർക്കും തൊയ്ബൂട്ടിയുടെ പാട്ടുമായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ചമ്മന്തി അച്ഛൻ വന്ന് ടേസ്റ്റ് ചെയ്തു, അമ്മയ്ക്കടി കിട്ടി, മെല്ലെ 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 സൗണ്ട് ഉണ്ടാക്കി, നാട്ടുകാരെയെല്ലാം കേട്ടുണ്ടാക്കി. പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കവിത ആ സമയത്ത് കടന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഒരെണ്ണം കിടന്ന് പോത്ത പോലെ കടന്ന് ഉറങ്ങും. അതിനെന്തൊരു കൊച്ചാണോ നോക്കട്ടെ റിയാക്ഷൻ എന്തുവാണെന്ന്. എനീര് മക്കളെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അമീസ എനീര് നോട്ട് റിയാക്ഷൻ. വീണ്ടും തിരിഞ്ഞാണ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഞാനും ഇക്കായും കൂടി ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആദ്യം നമ്മൾ മുട്ടയിട്ടു. പിന്നെ ക്യാരറ്റ് വന്നു, ബീൻസ് വന്നു, പിന്നെ നമ്മുടെ ക്യാബേജ് വന്നു, ക്യാപ്സിക്കം വന്നു. പിന്നെ ഞാനും ഇക്കായും കൂടി ഇങ്ങനെ ഇളക്കി മടുപ്പ് കഴിച്ചു. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി സൈഡിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലോട്ടാണ്. സൈഡിലിരുന്ന് ഇങ്ങനെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് കേട്ടോ രണ്ടുപേരും കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം പാവം ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് പാത്രങ്ങൾ കഴിയും. മനസ്സിൻ്റെ സത്യത്തിൽ ഈ ഡയലോഗ് ആയിരിക്കും. നല്ല സോസ്. അപ്പോൾ അത് കാണുമ്പോഴേ കുടിക്കാൻ തോന്നുന്നു. ഇപ്പം കുട്ടികൾ കണ്ടിരുന്നെങ്കിൽ ഓടി വരാൻ തീർച്ചയായും. കുറവാനാണ് കഴിയുന്നതായിട്ട്. നമ്മൾ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയതിന് ശേഷം ഞാനൊക്കെ പായസത്തിനുള്ള പ്രിപ്പറേഷൻ സൈഡിൽ കൂടെ വാപ്പായും മോളും കൂടി അണ്ടിപ്പരിപ്പും മുന്തിരിക്കയും കൂടി അടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പോയി നോട്ടം കണ്ട ഞാൻ വഴക്കുറഞ്ഞ് തന്നെയാണ് ആ നോട്ടം. ഇതിന് പിന്നെ വലിയ കൂസലൊന്നുമില്ല എന്ത് പറഞ്ഞാലും. നമ്മുടെ പായസവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജയജേഹയുടെ ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ വാപ്പായും മോളും കൂടി കാണിക്കുന്നത്. തീരുമാനമായി ഇക്ക വടിയും കൊണ്ട് ഓടിയിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ പായസവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പം ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും